ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേ കാലത്തിന് ശേഷം ഒരു ട്രാവൽ വ്ലോഗ് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നവംബർ 1 കേരളപ്പിറവി ഡേ ആണ്. നമ്മൾ ഇന്ന് നേരെ കൊല്ലത്തിലേക്കാണ് പോകുന്നത്. കൊല്ലത്ത് നാളെ നമുക്കൊരു കല്യാണം ഉണ്ട്, നവംബർ 2-ന്. നവംബർ 2-ന് വേറെ പ്രത്യേകത ഉണ്ട്, കാരണം എൻ്റെ കുഞ്ഞ് പിറന്നാളാണ്. എൻ്റെ മലയാളം മാസത്തിലെ മലയാളം നാളില്ലേ, അതാണ് എൻ്റെ നാളത്തെ ദിവസം, നവംബർ 2. അപ്പോൾ മമ്മിനോട് ആദ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പിറന്നാളാണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളേക്കിനും ഞാൻ ശരിക്കും ഇത് ഇങ്ങനെ എടുക്കുന്നത്, ഈ മൊബൈല് എൻ്റെ iPhone 17 Pro Maxൽ ഒരു ഫീച്ചറാണ്. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കണ്ട മനസ്സിലാവും. ഞാൻ ഇങ്ങനെ നേരെ എടുക്കണത്, അതായത് ഇങ്ങനെ തിരിച്ചിട്ടല്ല എടുക്കുക, സാധാരണ തിരിച്ചിട്ട് എടുക്കാറ്. ഇങ്ങനെ എടുക്കും. ഞാൻ പോർട്രേറ്റ്, ഇതെന്താ പറയുക, പോർട്രേറ്റോ, ഞാൻ പോർട്രേറ്റിലാണ് പിടിച്ചിരിക്കുന്നത്, ലാൻഡ്സ്കേപ്പിലാണ്. അത് നമുക്കൊന്ന് പ്രസ് ചെയ്താൽ ലാൻഡ്സ്കേപ്പ് മോഡ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ തന്നെ. അപ്പോൾ ഞാൻ കറക്റ്റ് ഇങ്ങനെ മറ്റേ മോഡിലല്ല പിടിച്ചിരിക്കുന്നത്. സോറി, അപ്പോഴേക്ക് ഒരു കോൾ വന്നു, അത് ഞാൻ കട്ടാക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പ്രവീൺ എടുക്കാൻ പോവാണ്. അപ്പോൾ നാളെയാണ് നമ്മുടെ അൽത്തുവാഫിൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആണ് കൊല്ലം ഓച്ചിറയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് പോയാലേ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സുഖമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഫുൾ എന്തായാലും ട്രാവൽ ഡേ ആണ്. എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ 10:30 10:45 ഇറങ്ങിയപ്പോൾ നമ്മൾ 8 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു. 10:45 നമ്മൾ ഇനി എത്തുമ്പോൾ അവിടെയും 10-11 മണിയാവും, 12 ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിർത്തിയിട്ടൊക്കെ മെല്ലെ എന്തായാലും പോവുള്ളൂ. അപ്പോൾ നമ്മളിനി പോണ വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ. ഇനി നമ്മളിപ്പോൾ പ്രവീൺ എടുത്തിട്ട് നമ്മൾ നേരെ പോകും. പിന്നെ നാളെ പിന്നെ എൻ്റെ പിറന്നാളാണ് അല്ലേ, എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് iPhone 17 Pro Max വാങ്ങി തന്നത് അല്ലേ കുട്ട. ഇനി വേറെ എന്തെങ്കിലും വാങ്ങി തരാൻ ഉദ്ദേശമുണ്ടോ? മലയാളം പിറന്നാള്, തമിഴ് പിറന്നാള്, കന്നഡ പിറന്നാള്. ഞാൻ ബാംഗ്ലൂരിലല്ലോ, അപ്പൊ എനിക്ക് കന്നഡ പിറന്നാളും ഇല്ലേ. കൊല്ലത്തിലേക്ക് 2 പിറന്നാളുണ്ട്. എല്ലാവർക്കും ഉണ്ട്, 2 പിറന്നാള്. മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ജനിച്ച ദിവസം അതന്നെ, അത് മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. 16-ാം തീയതി ജനിച്ച് ഈ എങ്ങനെ 2-ാം തീയതി ആഘോഷിക്കുന്നത്? അതാണ് മലയാളം നാളെ വെച്ചിട്ടാണ് 2-ാം തീയതി വരുന്നത്. പക്ഷെ ഏറ്റവും പ്രത്യേകം എന്താ പറയുക, നമ്മുടെ 18ാമത്തെ പിറന്നാളിന് എന്റെ അങ്ങനെയായിരുന്നു. നവംബർ 16-ന് മലയാള നാളും ബർത്ത് ഡേറ്റ് ഓൾറെഡി നവംബർ 16-ആണ്. മലയാള നാളും വന്നത് നവംബർ 16-നാണ്. എന്ത് ലോട്ടറിയോ? അപ്പൊ നമ്മള് പ്രബീന് തല എന്തെങ്കിലും കുഴിഞ്ഞിരിക്കണേ. 1.5 ആക്കിട്ട് കേട്ടോ, ദൂരെ നിന്നാക്കുമ്പളേ ചെറിയ തല പോലെ. അപ്പൊ നമ്മളിവിടെ ഇതെവിടെ സ്ഥലം എവിടെയാ? പറ നമ്മൾ സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടിയല്ല, ചായയും പരിപ്പ് വട സൂപ്പർ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഒരു ലോട്ടറി എടുത്തു. ഇന്ന് അടിക്കും 1 കോടി എനിക്ക്. അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി, ഈ സ്ഥലത്തിൻ്റെ പേര് സത്യം എനിക്കറിയില്ല. നമ്മൾ പട്ടാമ്പിയൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർക്ക് പോണ വഴിയാണ്. ചായ പരിപ്പ് വട പ്രവി ചായയൊക്കെ കഴിക്കുകയാണ്. ഞാൻ ചായ മാത്രമേ കുടിക്കുള്ളൂ. ഇവര് സ്ഥിരം കടയാണ് എന്തായാലും. ഞാനിവിടെ ആദ്യം പരിപ്പ് വട ഇല്ല, പരിപ്പ് വട കഴിക്കും, ഇവര് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കണം. ചോറിനാൻ പോണം. അപ്പം ഏകദേശം 1 മണിയായി. ഇനി ചോറിനാൻ പോകണം. ചോറ് മീൻസ് ഉച്ചക്കത്തെ ഫുഡ്. നമ്മളിപ്പോഴൊരു മസാല സോഡ കുടിക്കാണ്. അല്ല, റിസോർട്ടിൽ എന്തറിയോ സംഗതി പിടിച്ചോ, പിടിക്കാതിരിക്കണ്ട. കുമ്പളങ്ങാട് ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ ക്യാമറ ആണാക്കി. അല്ല, മുണുങ്ങ് മോളും മുണുങ്ങ്. കഴിക്കി ഞാൻ കുറച്ച് അപ്പോൾ നമ്മളിപ്പോൾ
നേരത്തെ വന്ന് കുമ്പളങ്ങാടോ ആ സ്ഥലത്ത് നിന്ന് ഫുഡൊക്കെ കഴിച്ചു. 2 ചേച്ചിമാർ നടത്തുന്ന ഷോപ്പാട്ടോ. അപ്പം അവിടുന്ന് ചോറുണ്ട്, നല്ല ചോറായിരുന്നു. മീൻ വറുത്തതും അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെല്ലിക്ക അച്ചാർ നല്ല സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോർമൽ പോപ്പിൻസാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിനി നേരെ 2 മണിയായി. ഇപ്പോൾ ടൈം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊല്ലത്തെത്താറ് 7-8 മണിയാകുമ്പോഴാണ്. നോക്കട്ടെ എങ്ങനെയാണ് പോവാം, നേരത്തെ എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ. പിന്നെ യാത്രകൾ തുടർന്നു കൊണ്ട് പോട്ടെ. നമ്മുടെ സ്ഥിരം അടക്കടയിലെത്തി. സ്ഥിരം അടക്കട ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പോരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ അൽസാജ് കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. കൊല്ലത്തേക്കുള്ള അതിഥിയോടെ റെഡി ആവുള്ളൂ. അവിടെ അൽസാജ് കിച്ചണില് മുടിയൊക്കെ വെട്ടിയ സുന്ദരനായി. മുടിയും താടിയൊക്കെ വെട്ടി സുന്ദരനായി. കാല് നമ്മുടെ അതിഥിനെ നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. അതിഥി ഇവിടെ അതിഥി ഉണ്ട് ഇവിടെ, കാണില്ലല്ലോ, ഇരുട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഈ മുഖം കണ്ടിട്ടുണ്ടോ? ഹായ് ഗൈസ്. എന്താ ചേച്ചിക്ക് പറയുള്ളത്? പുതിയ ഐഫോണാ 17 Pro ചെയ്യാ. ഷോ പിടിച്ച കൈ കാണിച്ചെടുക്കുന്നുണ്ട്. കറക്റ്റ് എഡിറ്റ് ചെയ്തിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ കട്ട് ഞാൻ എടുക്കുന്നത്. ഇനിയിപ്പോ ഒന്നുമില്ല. അതെ, മീൻ വരണോ? ചേച്ചി കട്ട മീനിന്റെ വീട്ടിൽ കറക്റ്റ് പച്ച നമ്മുടെ ഫിഷ് മാംഗോ കറി. ആ ചേച്ചി എടുത്തോളൂ. അത് കുഴപ്പമില്ല, കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞോളൂ. നമ്മുടെ തിരുവനന്തപുരംകാരി ദിയാസന കൊച്ചിയിലെ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് അതായിരിക്കും. തിരുവനന്തപുരത്തെ മോസ്റ്റ് ഫേമസ് ദിയാസന. ദിയാസന പ്ലീസ്, താങ്കളുടെ മൊഴികൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇനിയപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. എങ്ങനെയുണ്ട് പാലക്ക്? അപ്പൊ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. കൊള്ളാം, നല്ല സുഖല്ലേ? ഇരിക്കേണ്ട അതാണ് അല്ലേ? യൂട്യൂബ് വീഡിയോക്ക് ഇങ്ങനെ ഫോണാക്കണ്ടോ? ആണോ? അപ്പോൾ നമ്മൾ അൽസാജിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ നമ്മുടെ അൽസാജ് ചേട്ടൻ ഷിയാസിക്കൻ്റെ കടയാണ്. നമ്മളിപ്പോൾ കൊല്ലത്തേക്ക് പോണ വഴിയുള്ള ഹൈവേയിലാണ്. അപ്പോൾ ഹൈവേ കഫേയാണ്, അൽസാജ് കിച്ചൺസ് ഹൈവേ കഫേ ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ദിയ ചേച്ചിനെ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ നേരെ കായംകുളം ഉച്ചിറ ഭാഗത്താണ്, കൊല്ലത്താണ് മാരേജ് നാളെ. അപ്പോൾ ആ വഴിക്ക് പോവാണ്. അപ്പോൾ എന്താ ലിനു സിജോ ഉണ്ട് കേട്ടോ, ആലപ്പുഴയിൽ നിന്ന്. അവർക്ക് ഇന്ന് മൈലാഞ്ചി കല്യാണം ഉണ്ട്. അപ്പോൾ അവിടുന്ന് നേരത്തെ പോയി അവരിപ്പോൾ പങ്കെടുക്കാവും പരിപാടിയിലാവും. ഞങ്ങൾ മെല്ലെ രാവിലെ തൊട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്തണേ, നമ്മൾ 10-11 മണിയാവും എന്തായാലും എത്താൻ. അപ്പോൾ ഇനി കാണാം. ചായ കുടിക്കാൻ എന്താണ് എന്തേലും പറഞ്ഞോ? നമ്മളിതുവരെ നേരത്തെ കണ്ടിട്ടില്ല. കൊച്ചിയിലാണ്
ഞാൻ ചോദിക്കാം. കരിങ്കാലി അതല്ല അങ്ങനെ മണ്ണ് നോക്കി ആ നോക്കി യൂസ് ചെയ്യും. ഹലോ ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് അൽത്തുവാഫിന്റെ ഞങ്ങളോട് ഉണ്ട് അൽത്തുവാഫ് എന്നാണ് പേര്. അൽത്തുവാഫിന്റെ സിസ്റ്ററിന്റെ മാരേജ് ആണ്. അതെ. അപ്പൊ ഞങ്ങളൊക്കെ റെഡി. ഞങ്ങളെല്ലാരും കറക്റ്റ് മാച്ചിങ് ആണ്. എന്തായാലും ഏകദേശം കളറൊക്കെ നല്ല മാച്ച് ഉണ്ട്. എന്റെ ചേച്ചിന്റെ മാലയൊക്കെ ഉണ്ട്. മാല കാണിച്ചു ചേച്ചി. ഓ എനിക്ക് വയ്യ. ഇത് ചേച്ചിന്റെ കമ്മലാണ്. ചേച്ചി എനിക്ക് ഇത് ഇട്ടോ മതിയെന്ന് പറഞ്ഞു. നല്ല ഭംഗിയില്ലേ? എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ. ബാക്കിലൊരു ഷൂട്ടോണ്ടിരിക്കണതാണ്. പിന്നെ വേറെ അടുത്തുണ്ട് ലോഫറൊക്കെ ഇട്ടിട്ട് തിളങ്ങണ ലോഫറൊക്കെ ഇട്ട് നടക്കണ്ടേ. അപ്പൊ 12 മണിയായി. 12 to 12 വരെ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്താണ്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്ത് ഓച്ചിറയിലുള്ള റോയൽ റീജൻസി പറഞ്ഞ ഹോട്ടലിലാണ്. അപ്പൊ നല്ല സ്റ്റേ ആയിരുന്നു. പിന്നെ ഇന്ന് എന്റെ പിറന്നാളായിട്ട് ഞാൻ രാവിലെ അമ്പലത്തിലേക്ക് പോയിട്ട് തൊഴുതു വന്നു. എന്താ ചെയ്യാൻ, ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ എണീച്ചു. ഇവിടെ എല്ലാവരും ഉറങ്ങിയിരുന്നു. പോയിട്ട് ഒറ്റയ്ക്ക് പോയി അവിടുത്തെ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ വിശന്ന് നന്നായിട്ട് ഫുഡ് ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ പോയിട്ട് വേണം കഴിക്കാൻ. അതെ. ഇനിയിപ്പോ ഞങ്ങൾ നേരെ പോട്ടെ കേട്ടോ. ഏയ് ലിനു സിജോന്റെ നല്ലൊരു ഡ്രസ് മാറ്റി. ഒരു മനുഷ്യന്മാരായി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ പ്രൈവസി പ്രൈവസി തൊട്ട് കളിക്കരുത്. അതങ്ങനെയാണ്. എല്ലാ മനുഷ്യന്മാർക്കും പ്രൈവസി ഉണ്ട്. പരിപാടി കണ്ടേന്നു. പരിപാടി ഉഷാറായി. ഇത് എങ്ങനെ കിട്ടുക വീഡിയോ? 70 Pro Max ആണ് കൈസ് എടുക്കുന്നത്. പുതിയ 70 Pro Max മതിയോ? ഇത് മതി. ഞാനിന്ന് 2ാമത്തെ ദിവസം പുതിയ സെലിബ്രിറ്റിയാണ് ഞാൻ തന്നെ. പരിപാടി കഴിഞ്ഞു. സ്റ്റേജ് പുതിയ ഫോൺ മതി 70 Pro Max ആണ്. മലയാളം ഡേറ്റ് ഓഫ് ബർത്ത് അല്ലല്ലോ. ഹാപ്പി പിറന്നാൾ വാഴ്ത്തുക്കൾ. ബർത്ത്ഡേ നല്ലൊരു വിഷയമാണ്. പിറന്നാൾ ഞാൻ വിചാരിച്ച മൂലാന്ന ഞാൻ ആ ഘട്ടത്തിൽ. അപ്പോ നിങ്ങള് രാവിലെ കഷ്ടപ്പെട്ട് 7 മണിക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി. ഓടിച്ചോ? ഞങ്ങളാ നിലവിളി ശബ്ദം മറന്നുപോയി നമ്മൾ. അപ്പൊ നമ്മളിനി തിരിച്ചു പോവാണ്. കറക്കുണ്ടോ? വേറെ പോണോ? ഓച്ചിറത്ത് ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഇഷ്ടംപോലെ ഞാൻ കൊല്ലത്ത് എന്തോ ഇതുണ്ട്. അതിന്റെ അടുത്ത കൊല്ലത്താ ഓരോ ജില്ലയിലെ ഓരോ ആൾക്കാർ കേൾക്കട്ടെ. എന്റെ ചിത്തുപൈരും തന്നെ. ഓക്കെ ബൈ. നമ്മളിപ്പോ ഇനി ഡ്രസ്സൊക്കെ മാറ്റി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെവിടെ സ്ഥലം? തെക്കേനാട് ഹരിപ്പാട്. ഞങ്ങള് നാട്ടിലേക്ക് തിരിച്ചു പോകണ വഴിക്ക് കണ്ട ഒരു ഷോപ്പാണ്. അവിടെ നിന്ന് കുടിച്ചൊരു മുന്തിരി സോഡ അല്ലേ, അച്ചാറ് ഹൈവേയില്. അടിപൊളി സാധനം. എങ്ങനെയുണ്ട്? എൻ്റെ മൂക്കിലൊക്കെ കയറി അച്ചാറ്. എങ്ങനെയുണ്ട് ചേച്ചി? നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ മുന്തിരി സോഡ, ഉപ്പിട്ടോ മുന്തിരി സോഡ. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ഇതാണ് ആ ഷോപ്പ്. നോക്കിയപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത് തെക്കേനട ഹരിപ്പാടിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോണ വഴിക്ക് എറണാകുളത്ത് എത്തി ബർഗർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ബർഗർ എന്നല്ല ചേച്ചി ഇവിടെ ഐസ്ക്രീം ഷേക്കും കഴിച്ചുകൊണ്ടിരിക്കുക. ചേച്ചിക്ക് ഇതേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ.
നമ്മൾ കഴിക്കണമെന്ന് കൂടെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ എന്തായാലും വാങ്ങിച്ചു, നമ്മളിതെന്തായാലും കഴിച്ചത്. അതിന് മുമ്പ് നമുക്കൊന്ന് വീഡിയോ എങ്കിലും കാണിക്കണമല്ലോ. അതിനൊരു ഫസ്റ്റിലെടുക്കുന്നത് തുടരുതെന്ന് ഇവൾ എന്നോട് പറയാ. തുടരുതെന്ന് പറയാം. തുടരുത്. ആലോചിച്ചൂടെ?